നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി പൊരിയായിട്ടാണ്. നമ്മൾ പഴംപൊരി പോലൊക്കെ തന്നെ നമുക്ക് ചക്ക വെച്ചിട്ടും ചക്കപ്പൊരി റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചക്ക വെച്ചിട്ടുള്ള പൊരി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചക്കയാണ്, ഞാനിപ്പോൾ വരിക്കച്ചക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത ചക്ക വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇത് നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഓരോ ചക്കച്ചോളയും ഞാൻ കുരുവൊക്കെ മാറ്റി ഇതേപോലെ 2 പാർട്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ്, 250 ml ആണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് ദോശമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതിൽ കൂടുതൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അധികം പുളിയില്ലാത്ത നമ്മുടെ ദോശമാവ് വേണം ഇതിലേക്ക് വേണ്ടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നല്ല ജീരകമാണ് കേട്ടോ, 1 ടീസ്പൂൺ അളവിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഞാൻ സ്വതവേ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കാറ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, നോർമൽ വാട്ടറാണ് കേട്ടോ ഒഴിക്കുന്നത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായി പോരുത് നമ്മുടെ മാവ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേനും നമുക്കധികം വെള്ളം കൂടി പോവാതെ ശ്രദ്ധിച്ച് എടുക്കാനും പറ്റും. ഇപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ചക്കപ്പൊരി റെഡിയാക്കാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചക്കപ്പൊരി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. ഓയിൽ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഓയിൽ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓയിലിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് ഇച്ചിരി ഇറ്റിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊന്തി വരും, നമുക്ക് വീഡിയോ കാണാം. അതേപോലെ വരുന്ന ഒരു സമയത്ത് നമ്മുടെ എണ്ണ ചൂടായി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഓരോ ചക്കയും മുക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ചക്കയും നമുക്കിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്തോരം പരന്ന പാത്രമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇതിങ്ങനെ ഇത്തിരി കുഴിഞ്ഞ പാത്രം ആയതുകൊണ്ട് ഒരു 3-4 ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാത്രം എടുക്കുമ്പോഴായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് ഇട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയി വരുന്നത് വരയ്ക്കും തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ എണ്ണയിൽ നിന്ന്, അതായത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ചക്കയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചക്കപ്പൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടിപൊളിയായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് തന്നെ പഴത്തിന് പകരം ചക്ക ഉപയോഗിക്കുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചക്കപ്പൊരി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ അടിപൊളി വിഭവങ്ങളായിട്ട് വരുന്നത് വരയ്ക്കും. ബായ്, താങ്ക് യു.